friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മൈലാഞ്ചിക്ക് നല്ല കളർ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ്. ആദ്യം തന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെന്ന പൗഡർ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഹെന്ന കോൺ നാച്ചുറൽ ആൻഡ് സേഫ് ആയിട്ടുള്ള ഹെന്ന കോൺ വാങ്ങിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോൺസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഹെന്ന കോണിൻ്റെ ഹോം മെയ്ഡ് റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഇനി ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ നാച്ചുറൽ ഹെന്ന കോൺ സെൽ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2 days ബിഫോർ മൈലാഞ്ചി ഇടാൻ ശ്രമിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചി റിമൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു നല്ല ഓറഞ്ച് കളറേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് നന്നായിട്ട് ഡാർക്കായി വരിക. നമ്മൾ ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ കറുത്ത് പോലെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഓക്സിഡേഷൻ ഏകദേശം 24 മുതൽ 48 മണിക്കൂർ വരെയാണ് എടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ 2 days ബിഫോർ മൈലാഞ്ചി ഇടണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ക്ലീൻ യുവർ ഹാൻഡ്സ്. നമ്മൾ മൈലാഞ്ചി ഇടാൻ പോകുന്നതിന് മുന്നേ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കയ്യിൽ വല്ല ക്രീമോ ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കീപ് ഹെന്ന ആസ് ലോങ് ആസ് പോസിബിൾ. അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും മൈലാഞ്ചി കയ്യിൽ വെക്കാം. ഇനി ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കണം. പോയിന്റ് നമ്പർ 5, കീപ് ഇറ്റ് മോയ്സ്റ്റ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൈലാഞ്ചി കുറേ നേരം കയ്യിൽ വെച്ചിരുന്നുകൊണ്ട് കാര്യമില്ല, അതൊന്ന് മോയ്സ്റ്റ് ചെയ്ത് നനച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ആൻഡ് ലെമൺ സീലൻ്റാണ് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ നാരങ്ങ നീരിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാറില്ലേ, അത് തന്നെയാണ്. നാരങ്ങ നീരിന് പകരം റോസ് വാട്ടറും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 50 ml റോസ് വാട്ടറും 50 ml ഷുഗർ എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് വീണ്ടും അതിലേക്ക് 50 ml റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകിൽ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൻ്റെ തുണി എടുത്ത് ഒപ്പിക്കൊടുക്കാം. പിന്നെ മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം ഈ സീലൻ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ അതാകെ പരന്നു പോകും. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് വിട്ടിട്ട് സ്പ്രേ ചെയ്യണം, അല്ലേ വല്ലാണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് സ്പ്രേ ചെയ്യരുത്. ആറാമത്തത് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ടിപ്പാണ്, മേക്ക് ഇറ്റ് വാം. നമ്മൾ മൈലാഞ്ചിയുടെ ഒരു ഗുഡ് ഫ്രണ്ടാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈ നന്നായിട്ട് വാം ആക്കി വെച്ചാൽ നല്ല കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മൾ കൈ നന്നായിട്ട് പൊതിഞ്ഞ് ഒരു സോക്സിൻ്റെ അകത്താക്കി വെക്കാം. ഇതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റിലൊന്നും മൈലാഞ്ചി ആയിട്ട് ബെഡ്ഷീറ്റ് നാശമായി പോവില്ല. ഇതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെഫിക്സ് ടേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബാൻഡേഡ് പോലെ ഒരു ബ്രീത്തബിൾ ടേപ്പ് തന്നെയാണ് ഇത്. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. നല്ല ഹെൽപ്ഫുള്ളായിട്ട് നല്ല കളർ കിട്ടാനുള്ളൊരു നല്ല ടിപ്പാണിത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ കയ്യെ ഇട്ടിട്ട് കെട്ടി വെക്കുക. കെട്ടുമ്പോൾ എയർ ടൈറ്റ് ചെയ്ത് കെട്ടരുത്, കാരണം വായു കടക്കുന്ന തരത്തിൽ വേണം കെട്ടി വയ്ക്കാൻ. ഈ ഏഴാമത്തെ കാര്യം, ഡോണ്ട് വാഷ് ഓഫ് വിത്ത് വാട്ടർ. സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് രാവിലെ എണീറ്റാൽ മൈലാഞ്ചി വെള്ളം കൊണ്ട് കഴുകിക്കളയുന്നത്. അപ്പോൾ അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇത് സ്ക്രാപ്പ് ചെയ്ത് കളയാണ്, ഇങ്ങനെ പൊടിച്ച് കളയാണ് വേണ്ടത്. ചിലപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും പോരൂല. അതിന് പകരം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എന്തെങ്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്താൽ മതി. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കളയാം. എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ട് കഴുകരുത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഓക്സിഡേഷൻ നടന്നിട്ടാണ് നല്ല ഡാർക്കായി വരിക. അപ്പോൾ വാട്ടർ യൂസ് ചെയ്ത് ഈ ഓക്സിഡേഷൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് വെള്ളം യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ മാക്സിമം വാട്ടർ ഒരു 2-3 മണിക്കൂറിന് നമ്മൾ അവോയ്ഡ് ചെയ്യുക. സാധാരണ ബ്രൈഡ്സിനൊക്കെ അവർ 12 hours എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ അത്രയും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ കഴിവതും നമ്മൾ വെള്ളത്തിൻ്റെ യൂസ് കുറയ്ക്കുക. എട്ടാമത്തേത് എഗെയിൻ ഒരു വാമിംഗ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇത് മൈലാഞ്ചി ആ പേസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള വാമിംഗ് ആണ്. ഇതിനു വേണ്ടി നമുക്ക് സ്റ്റീം ചെയ്യാം. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റൗവിൻ്റെ മുകളിൽ കൈ കാണിച്ചാലും മതി.
പൊള്ളിക്കരുത്. അത്യാവശ്യം ഹൈറ്റിൽ വേണം കൈ വയ്ക്കാൻ. അല്ലെങ്കിൽ ഹീറ്ററോ നമ്മൾ ഹെയർ ഡ്രയർ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വാം ചെയ്യാം. 2-3 മിനിറ്റിൽ കൂടുതൽ ഇത് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്നത് മൈലാഞ്ചി കൂടുതൽ ദിവസം കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്സാണ്. 1. മോയ്സ്ചറൈസ് യുവർ ഹെന്ന ഡിസൈൻ. അഥവാ നമുക്ക് കുറച്ച് ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബീ വാക്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് മൈലാഞ്ചി ഇടയ്ക്കൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. കാരണം മൈലാഞ്ചി നമ്മുടെ കൈ കുറച്ച് ഡ്രൈ ആക്കി വയ്ക്കും. അപ്പോൾ ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇത് കുറേ ദിവസം, ഒരു 3 ആഴ്ച വരെയൊക്കെ നമ്മുടെ ഹെന്ന നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അടുത്തത് റെഡ്യൂസ് ദി എക്സ്ഫോലിയേഷൻ. അതിൽ ഫസ്റ്റ് വൺ പറയാനുള്ളത് വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കുക. പിന്നെ സോപ്പും സ്ക്രബ്ബറും ഒക്കെ യൂസ് ചെയ്ത് വല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈ കഴുകുന്ന ഒരു ശീലം ഹെന്ന ഡിസൈൻ ഇട്ടുള്ള സമയത്ത് നമ്മൾ മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഇട്ടാലും മതി. ഇതൊക്കെയാണ് മൈലാഞ്ചി നല്ല കളർ കിട്ടാനും കുറേ ദിവസം നിൽക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.